നമസ്കാരം. അമേരിക്കയുടെ കരസേനാ മേധാവിയെ കത്തിച്ചു. ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ ജീവനോടെ മടങ്ങില്ല എന്നുള്ള മുന്നറിയിപ്പ്. വെല്ലുവിളിക്കുകയാണ് ഇറാൻ. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന വെല്ലുവിളി. തന്ത്രങ്ങൾ പാളിയപ്പോൾ അമേരിക്ക കരസേനാ മേധാവിയെ അടക്കം പുറത്താക്കുകയാണ്. നമ്മൾ പറയാറില്ലേ, കത്തിച്ചു പുറത്താക്കുന്നു എന്ന് പറയുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കൻ സൈനിക നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അഴിച്ചുപണി നടത്തേണ്ട കാലാവസ്ഥയിലെത്തി. US കരസേനാ മേധാവി ജനറൽ റാൻഡി ജോർജിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം പുതിയ ആളെ നിയമിക്കുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ സൈനിക മേധാവിയെ മാറ്റുന്ന അപൂർവ നടപടി പെന്റഗൺ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിന് മുന്നോടിയായും പ്രസംഗവേളയിലും പശ്ചിമേഷ്യയിൽ ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ടെല്ലവീവ്, ദോഹ, ദുബായ് എന്നിവിടങ്ങളിൽ മിസൈൽ മുന്നറിയിപ്പുകൾ, സൈറണുകൾ മുഴക്കി. അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലും വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലും ആക്രമണം ഉണ്ടായി. കൂടാതെ സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പാലങ്ങൾ തകർക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ നേരിടാൻ ഏകദേശം 70 ലക്ഷം ഇറാൻകാർ സജ്ജരാണ് എന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ മണ്ണിൽ കാലുകുത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ കരസേനാ മേധാവിയായിട്ടുള്ള മേജർ ജനറൽ അമീർ ഫാത്തമി പ്രഖ്യാപിച്ചത്. അതിശക്തമായിട്ടുള്ള രഹസ്യ ആയുധ ശേഖരം, ആയുധ ഫാക്ടറികളും തങ്ങൾക്കുണ്ട് എന്നും അമേരിക്ക ഇതുവരെ തകർത്തത് അപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് എന്നും ഇറാന്റെ സായുധ സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദുൽഫഹാരി അവകാശപ്പെടുകയും ചെയ്യുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാൻ US ഇറാൻ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാമെന്നും പാകിസ്ഥാൻ വീണ്ടും വീണ്ടും അറിയിക്കുമ്പോഴും യുദ്ധത്തിന് ഒരു മധ്യസ്ഥത ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചൈനയുടെ സഹകരണത്തോടെയുള്ള 5 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഈജിപ്റ്റ്, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടിരുന്നു. യുദ്ധം നീളുന്നതിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഇപ്പോൾ തന്നെ അതൃപ്തി പുകയുകയാണ് എന്നതാണ്. ഇപ്പോൾ റോയിട്ടേഴ്സ് നടത്തിയ സർവേ പ്രകാരമാണെങ്കിൽ ഏകദേശം 60% വരുന്നവർ യുദ്ധത്തെ എതിർക്കുകയാണ്. അമേരിക്കക്കാർ 66% പേർ ഉടൻ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ട്രംപിന്റെ ജനപ്രീതി എന്ന് പറയപ്പെടുന്നത് വളരെ വലിയ തരത്തിൽ ഇടിവുണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ സർവേകൾ നൽകുന്ന സൂചനകളാണ്. ഇവിടെ അമേരിക്കയുടെ കരസേനാ മേധാവി അടക്കം മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഒരു അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന് പറയുവാൻ ഇറാന്റെ സൈനികർക്കും ഇറാൻ സൈനിക പടകൾക്കും മാത്രമാണ് അത് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ അമേരിക്കൻ കരസേനയുടെ മേധാവിയെ മാറ്റി സ്ഥാപിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു കരയുദ്ധം എന്ന് പറയപ്പെടുന്ന നടക്കുമ്പോൾ കൃത്യമായിട്ടും കരയുദ്ധം നടത്തപ്പെടുന്ന, നയിക്കപ്പെടുന്ന മേധാവിയെ കൃത്യമായി കത്തിച്ചു കളയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പടയൊരുക്കം നടത്തുകയാണ് ഇറാൻ. ആ പടയൊരുക്കത്തിൽ വെന്ത് വെണ്ണീറാകാൻ പോകുന്ന തരത്തിലേക്കുള്ള അമേരിക്കൻ സൈന്യത്തെ മാത്രമേ ഇങ്ങോട്ട് അയക്കാവൂ എന്ന് വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകുമ്പോൾ അവിടെ ഒന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ് അമേരിക്കൻ സേനയും ഇസ്രായേൽ സേനയും. അതുകൊണ്ടാണ് കരയുദ്ധത്തിന്റെ സാധ്യതകൾ അങ്ങോട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത് എന്ന് പറയേണ്ടിയിരിക്കും. കരയുദ്ധം തുടങ്ങുകയാണെങ്കിൽ കരയുദ്ധം എന്ന് പറയുന്ന കരസേനകളെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇറാന് തയ്യാറാകും. ഇറാന്റെ വളരെ കൃത്യമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് പോലുള്ള ഇടങ്ങളിൽ നിന്നുള്ള അവരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള കരസേനകൾ ഏത് തരത്തിലായിട്ടും കരയുദ്ധത്തെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിൽ കരയുദ്ധത്തെ ഏത് തരത്തിലും പ്രോത്സാഹിപ്പിക്കുവാൻ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തയ്യാറാകാത്തത് ഭയം കൊണ്ടാണ്. ഇറാന്റെ മണ്ണിലേക്ക് അങ്ങനെ കരസേന നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള, അത് സൈനികരാരുമാകട്ടെ, ഇസ്രായേലികളാവട്ടെ അമേരിക്കക്കാരാവട്ടെ, ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഒരു സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ട്രംപിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ആണെങ്കിലും ജീവനെടുത്തായാലും ശരി ഇറാനെ സംരക്ഷിക്കുക എന്നൊരു ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇറാനികൾ വീണ്ടും യുദ്ധത്തെ അവസാനിപ്പിക്കാതെ ഇവിടെ ട്രംപിനെയോ അല്ലെങ്കിൽ നെതന്യാഹുവിനെയോ പിടിച്ചടക്കുക, അല്ലെങ്കിൽ നെതന്യാഹുവിനെ വധിക്കുക, ട്രംപിനെ തടവിലാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുകയാണ്. അതിന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ കരസേന എന്ന് പറയപ്പെടുന്ന കരയുദ്ധം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ കരസേന മേധാവിയെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്, പുതിയ മേധാവിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ കരസേന മേധാവി അടക്കം കത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പട, ഇറാന്റെ പടയാണ് അതിന് മുന്നിലുള്ളത്. അവിടേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ കരസേനാ മേധാവികളെ അവർ കത്തിച്ചു കളയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.